ഒരു മ്യൂസിക് കമ്പോസർ എന്നുള്ള നിലയ്ക്ക് പല ലാംഗ്വേജസിലും കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജിംഗിൾസ് മുമ്പ് ചെയ്തിട്ടുണ്ട് ആഡ്സിന് വേണ്ടിയിട്ടൊക്കെ. ഏറ്റവും അധികം എൻജോയ് ചെയ്തിട്ടുള്ള മനസ്സിൽ തട്ടി നിൽക്കുന്ന ഏതെങ്കിലും ഒരു മ്യൂസിക് ഉണ്ടോ? ഓറൽസ് എല്ലാം എൻ്റെ കുട്ടികളാണ് എന്നുള്ള പോലെയാണോ? ഒരു പ്രത്യേക ഇഷ്ടം ഏതെങ്കിലും? എല്ലാം ഇഷ്ടപ്പെട്ടു നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അങ്ങനെ ചില കോംപ്രമൈസസ് നമുക്ക് ചെയ്യേണ്ടി വരും. കോംപ്രമൈസ് അല്ല, അത് കോംപ്രമൈസ് അല്ല. ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു വർഷം 2 സിനിമയൊക്കെ ചെയ്യുള്ളൂ. ഞാൻ ഒരു വർഷം ചെയ്യുന്ന 23-24 സിനിമകളാണ്. അതിൽ 22 റിലീസാവും. അപ്പോൾ ആ വോളിയം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവില്ല. ഇറ്റ്സ് ലൈക്ക് ഏത് കൈൻഡ് ഓഫ് വർക്കിംഗ് പാറ്റേണിലാണ് പോകുന്നത്. അപ്പോൾ അതിലെല്ലാ സിനിമകളും നമുക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളുന്നില്ല. ഇഷ്ടപ്പെടാത്ത സിനിമകൾ നമുക്ക് അതിന് വേണ്ടത് കൊടുത്ത് അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ നമ്മുടെ മ്യൂസിക് ആ പ്രോഡക്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നിടത്താണ് നമ്മൾ പ്രൊഫഷണൽ ആവുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മാത്രം ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സുഖമല്ലേ. നമ്മൾ നാച്ചുറലി വീട്ടിൽ നമ്മൾ കമ്പോസ് ചെയ്യുന്നു, ആ പാട്ട് കേട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടർ വരുന്നു, ഈ പാട്ട് നമ്മുടെ പടത്തിന് ഉപയോഗിക്കാമെന്ന് പറയുന്നു, അപ്പോൾ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവാം. പക്ഷേ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സിനിമ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ കനോട്ട് ബി ചൂസി. ഐ ഹാവ് ടു ബി ലൈക്ക് ഓപ്പൺ ടു എവരി വൺ. ലൈക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നു, ഓക്കെ, എന്നെ സംബന്ധിച്ച് ആ ഡേറ്റ് അവർക്ക് കൊടുത്തു, ആ ഡേറ്റ് നമ്മൾ വർക്ക് ചെയ്യാം. അത് നമുക്ക് ആ പ്രോജക്റ്റ് എന്താണെന്നുള്ളത് സെക്കൻഡറി ആണ്. ഫസ്റ്റ് ആ പ്രോജക്റ്റ് എടുക്കുന്നു, പ്രോജക്റ്റ് ആ സമയത്ത് ഡേറ്റ് ഉണ്ട്, പ്രോജക്റ്റ് എടുക്കും. പിന്നെ ഈ പ്രോജക്റ്റ് നമ്മളെടുത്ത് അതിന് നമുക്ക് ചിലപ്പോൾ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെന്താണ് അപ്ലിഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചിന്തിച്ച്. പിന്നെ ചില സിനിമകൾ ബൈ ചാൻസ് ലൈക്ക് ഉസ്താദ് ഹോട്ടൽ, ബാംഗ്ലൂർ ഡേയ്സ്, ഹൗ ഓൾഡ് ആർ യു, എന്നും നിന്റെ മൊയ്തി, ഇങ്ങനെയുള്ള സിനിമകളുടെ പേരുകൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ. ചില സിനിമകൾ നമുക്ക് എഫേർട്ട്ലെസ് മ്യൂസിക് വരും, നമ്മളൊരു എഫേർട്ട് എടുക്കണ്ട, നാച്ചുറലി മ്യൂസിക് വരും. ദാറ്റ് മീൻസ് യു ലവ്ഡ് ഇറ്റ് ബേസിക്കലി ആസ് എ നേച്ചർ, ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ കോമൺ മാൻ, യു ലവ് ദാറ്റ് പ്രോജക്റ്റ്. സോ യു ജസ്റ്റ് സിറ്റ് ആൻഡ് റിലാക്സ്, മ്യൂസിക് വിൽ ഫ്ലോ.